നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മല പോലെ വന്നത് എലി പോലെ പോയി. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായ EP ജയരാജൻ്റെ BJP പ്രവേശന നീക്ക വിവാദം മാധ്യമ സൃഷ്ടിയെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ തെറ്റില്ല. അതേസമയം ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു. പാർട്ടിക്ക് EP-യെ പേടിയോ? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവാതിരിക്കാനാണോ EP-ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് KM ഷാജഹാൻ, BJP വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഇടത് സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ജയരാജ്, ഒടുവിലെല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി. ഇന്നലെ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോൾ EP ജയരാജൻ ഈ പ്രതിസന്ധി അതിജീവിക്കുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. പൊതുവിൽ പാനലിലുള്ളവരെല്ലാം പറഞ്ഞത് ഒരു ചുക്കും സംഭവിക്കില്ല, ഒരു നടപടിയും പാർട്ടി ശുപാർശ ചെയ്യില്ല. കാരണം EP ജയരാജനെ പിണക്കിയാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്. അതുകൊണ്ട് ഒന്നുകിൽ ഒരു ശാസന അല്ലെങ്കിൽ താക്കീത്, അതിനപ്പുറത്തേക്കോ ഒന്നും സംഭവിക്കില്ല. കേന്ദ്ര കമ്മിറ്റിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞ് വെച്ചത്. ഇപ്പോഴിതാ അതെല്ലാം ശരിയായി വന്നിരിക്കുന്നു. പാർട്ടിക്ക് തൻ്റെ വിശദീകരണം ബോധ്യപ്പെട്ടു എന്നാണ് EP ജയരാജൻ മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞത്. എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി. എങ്ങനെ? ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പാർട്ടിയിൽ ചില വ്യത്യാസങ്ങൾ അടുത്ത സമയത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത്, പണ്ടത്തെ പോലെ ഈ നടപടി എടുക്കുക, പുറത്താക്കുക എന്നുള്ള പഴയ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ സമീപിക്കുന്നതൊക്കെ അവസാനിപ്പിച്ചിട്ട് കാലം കുറേയായി. കാര്യം അനേകം നേതാക്കന്മാർ, ഇപ്പോൾ MVR ആകട്ടെ, KR ഗൗരിയമ്മ ആകട്ടെ, MM ലോറൻസ് ആകട്ടെ, VB ചെറിയാനാകട്ടെ, C കണ്ണനാകട്ടെ, O ഭരതനാകട്ടെ, ഇങ്ങനെ നേതാക്കന്മാരുടെ നിര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ടുള്ള പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സഖാക്കളുണ്ട്. അപ്പോൾ ഒരു പുരുഷായുസ് മൊത്തം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവരെല്ലാം ഒന്നുമല്ല. ഇപ്പം നിർഭൻ ചക്രവർത്തിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നടപടി, ഒരാളെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളൊരു സമീപനമാണ് സമീപകാലത്തായിട്ട്. അത് EP ജയരാജനോടുള്ള പേടിയുണ്ടെന്നല്ല, EP ജയരാജൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ വിലയിരുത്തിയതിന് ശേഷം പിന്നെ ഈ സമീപനത്തിൽ വന്ന മാറ്റം അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ആളുകളെ ഒഴിവാക്കുകയും എന്തെങ്കിലും ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചെന്ന് കരുതി ഇപ്പോൾ ചർച്ച നടത്തി ജാവേദ്കറിനെ കണ്ടു, BJP-യിൽ പോകാനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നട്ടാൽ കൊരുക്കാത്ത നുണയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരാമർശം നടത്തുക, അല്ലെങ്കിൽ അത് ആ ദിവസം അന്ന് തന്നെ EP ജയരാജൻ വ്യക്തമാക്കിയതായിരുന്നു, കണ്ടിരുന്നു, ഇങ്ങനെ വീട്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യം. അത് വളരെ കറക്റ്റായിട്ടാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് അത് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ളൊരു നീക്കം EP ജയരാജനെ പോലെ ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും ഉണ്ടാവുന്നുള്ള ഉറപ്പുണ്ട്, പാർട്ടി സെക്രട്ടേറിയറ്റിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നടപടിയൊന്നും എടുക്കാതെ, അല്ലെങ്കിൽ ഈവൻ ഒരു താക്കീത് പോലും നൽകാതെ ഈ നന്ദകുമാറിനെ പോലെയുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അത്തരം ആളുകളെ ഇപ്പം പാർട്ടി LDF കൺവീനർ എന്ന നിലയിൽ പല ആളുകളെ കാണേണ്ടി വരും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരു ഓഫ് ഗാർഡായിട്ട് കാണാൻ പാടില്ല. നമ്മളെല്ലാവരും തുറന്ന സമീപനത്തോടെ സ്വീകരിക്കാൻ പാടില്ല. പലതരത്തിലുള്ള ആളുകളുണ്ടാവും, അവർക്ക് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഈ പറയുന്ന ആളുകൾ, ഈ ദല്ലാൾമാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ തരകന്മാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇടനാഴിയിൽ ഓടി നടക്കുന്ന ചില ആളുകൾ, ചില ഈ പറഞ്ഞ പോലെ പലതും തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അപ്പോൾ അത്തരം ആളുകളെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു നയമായിരുന്നു. ഈ സർക്കാരിന് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ നയവും ഇത്തരം അവതാരങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനകത്തുനിന്ന് ഒരു വ്യതിചലനം EP ജയരാജൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ മാത്രം ഇപ്പോൾ BJP-യുടെ ചാർജുള്ള നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു നേതാവ്, പ്രകാശ് ജാവ്ദേക്കർ പോലൊരു നേതാവ്, LDF കൺവീനർ കാണുന്നതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല എന്ന് പറഞ്ഞ് EP ജയരാജൻ അങ്ങനെ മനം നൊന്ത് നിൽക്കുകയാണെന്നും EP ജയരാജൻ പാർട്ടി സെക്രട്ടറി ആവാൻ പിന്നെ പറ്റാത്തത് കൊണ്ടുള്ള വിഷമത്തിലാണെന്നും അതുകൊണ്ടാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നതെന്നൊക്കെ പറയുന്നത്, അത് നമ്മൾ എഴുതാപ്പുറം വായിക്കുകയും പുതിയ പുതിയ കഥകൾ മെനയുകയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ
അതിനൊരു പ്രത്യേക അജണ്ടയുണ്ട്. ഈ അജണ്ട എല്ലാം കൂടെ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്. ഇപ്പോൾ ഈ അവിടെയൊക്കെ ഇപ്പോഴും ഗ്രാമപ്രദേശമാണ് കൊല്ലത്തെ. അവിടെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. കയറ് വെച്ചിട്ട് ഇപ്പോൾ മോട്ടറൊന്നും ആയിട്ടില്ല. പലരും വെള്ളം കോരി തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കയറ് പൊട്ടി തൊട്ടി കിണറ്റി വീണാലും പറയും ഇതിൻ്റെ പിന്നിൽ പിണറായി വിജയനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ നേരത്തേക്ക് ഈ തൊട്ടി പൊട്ടി കിണറ്റി വീണാലും തൊട്ടി അപരാധങ്ങൾ വരെ ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും, അവർക്ക് ചില നിഗൂഢ താല്പര്യങ്ങളുണ്ടാവും. അത്തരത്തിൽ യാതൊരു പണിയും എടുക്കാതെ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്തും ആളുകളെ ഉമ്മാക്കി കാണി പേടിപ്പിച്ച് നടക്കുന്ന കുറേയധികം ആളുകൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. കാര്യം സമൂഹത്തിൽ നല്ലതുണ്ട് കെട്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കെട്ടതിനെ കുറിച്ച് പറഞ്ഞതേ. അപ്പോൾ കെട്ടതിൽ ആരൊക്കെ വരും നല്ലതിൽ ആരൊക്കെ വരും എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഇത്തരം സംഭവങ്ങളിലൂടെ വെളിവായി. അത് ആരാണെങ്കിലും അത് ഏത് വ്യക്തിയാണെങ്കിലും ഇത്തരം കെട്ട വ്യക്തിത്വങ്ങളെ ഒരു പണിയും എടുക്കാതെ ബ്ലാക്ക്മെയിലിംഗ് പൊളിറ്റിക്സുമായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. അവരെ അങ്ങ് മാറ്റിയാൽ മതി, ഈ പ്രശ്നം തീർന്നു. അല്ലെ അവരാരും നല്ല ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ടില്ലെന്നുള്ളത് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. നല്ല ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്തരം ആളുകളെ കൈകാര്യം തെരുവിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക്മെയിലിംഗ് പൊളിറ്റിക്സുമായിട്ട് വരില്ലെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ ഇത് പാർട്ടി എടുത്ത നടപടി വളരെ സുചിന്തിതവും പിന്നെ വളരെ ഉചിതവുമായ തീരുമാനമാണ് എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് തൽക്കാലം പറയാൻ കഴിയുന്നത്. യെസ്, ശ്രീ കെ എം ഷാജഹാൻ, പാർട്ടി ഈ രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് വാർത്തയായി ചോർത്തിക്കൊടുത്തു എന്നതിൻ്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിയാണ് താങ്കൾ, അല്ലേ? ഇപ്പോൾ നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞു വെച്ചത് പഴയ ഇരുമ്പ് ചട്ടക്കൂടിൽ നിന്നൊക്കെ പാർട്ടി പുറത്ത് വന്നിരിക്കുന്നു, പാർട്ടിയുടെ സമീപനം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിശാല മനസ്സോടുകൂടി പാർട്ടി ഇത്തരം കാര്യങ്ങളെ അപഗ്രഥിക്കുന്നു, വിശകലനം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ EP ജയരാജൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുന്നു. അല്ലാതെ EP ജയരാജനെ പേടിച്ചിട്ടൊന്നുമല്ല അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത് എന്നാണ് ഇടത് സഹയാത്രികൻ്റെ നിലപാട്. എങ്ങനെ കാണുന്നു? ഇടത് സഹയാത്രികൻ, അതായത് ഇന്നത്തെ CPM എന്ന് പറഞ്ഞ പാർട്ടി എന്താണെന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് അവിടെ ഇരിക്കുന്ന മനുഷ്യൻ. എന്തൊക്കെയാണ് ഇയാൾ വിളിച്ചു പറയുന്നത് ഒരു പിടിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഈ അപസ്മാരം ബാധിച്ച പോലെ വിളിച്ചു പറയുകയാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞയാൾ നടത്തിയ 44 മിനിറ്റ് പത്രസമ്മേളനം. ഇത് മുഴുവൻ ഇതിനെ വെർബാറ്റിം എഴുതിയെടുത്തതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ഈ ഇടത് സഹയാത്രികനെ എന്തൊക്കെയോ അയാൾ വിളിച്ചു പറഞ്ഞത് ആർക്കെതിരായിട്ടാണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ നിൽക്കട്ടെ. ഞാനൊരു 2 പാരഗ്രാഫ് ഇടത് നിരീക്ഷകന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളെക്കുറിച്ചിട്ട് ഇടതുപക്ഷ നിരീക്ഷകൻ അറിയില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അയാൾ ഏറ്റവും വലിയ ഒരു വിവാദ നായകനാണ്. അയാളുടെ വീട്ടിലാണ് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് EP ജയരാജൻ പോയി അയാളുടെ അമ്മയ്ക്ക് പൊന്നാട അണിയിക്കുന്നത് നമ്മൾ അവസാനം കണ്ടത്. അതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ അയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല ഇടത് നിരീക്ഷകനെ അറിയാമെന്ന്. കാരണം അടുത്ത കാലത്താണ് ഇതുപോലുള്ള ചർച്ചയിലൊക്കെ ഞാൻ കാണുന്നത്. അവിടെ നിൽക്കട്ടെ. ആ ദല്ലാൽ നന്ദകുമാറിനെതിരെ ഒരു വാക്ക്, ഒരക്ഷരം ഉരിയാടാനുള്ള നട്ടല്ലോ ഇച്ഛാശക്തിയോ ആർജവമോ EP ജയരാജൻ ഉണ്ടാവുമോ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമായത്. അതായത് ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ദല്ലാൾ അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? ജയരാജൻ ഇനി മാറ്റി പറഞ്ഞാലും, ജയരാജൻ തള്ളിപ്പറഞ്ഞാലും, ജയരാജൻ അറിയില്ലെന്ന് പറഞ്ഞാലും, ജയരാജൻ്റെ സാന്നിധ്യത്തിൽ വേണമെങ്കിലും ജയരാജൻ ഇന്ന് നിഷേധിച്ചാൽ ഞാനും ജയരാജനും തമ്മിലുള്ള ബന്ധം പിരിയും. അയാൾ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ വാട്സപ്പിൽ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. നിരീക്ഷകൻ പ്രത്യേകം കേട്ടോണം. ഞാൻ വാട്സപ്പിൽ വിളിച്ച് ജയരാജനോട് ചോദിച്ചു. ഞാൻ സുധാകരന് മറുപടി പറയാൻ പോവുകയാണ്.
സുധാകരൻ അസംബന്ധങ്ങളാണ് പറഞ്ഞത്. നാളെ ഇത് ഇടത് നിരീക്ഷകൻ കേട്ടോണം ശരിക്ക്. നാളെ ഏത് ദല്ലാൾ, എന്ത് ദല്ലാൾ, എവിടുത്തെ ദല്ലാൾ എന്നൊന്നും ചോദിക്കരുത്. ആര്? ജയരാജനോട് പറയാണ് വാട്സപ്പിൽ. എന്നിട്ട് പറയുന്ന അടുത്ത സെന്റൻസും കൂടെ കേട്ടോണം നിരീക്ഷക. ചോദിച്ചാൽ പിന്നെ ഞാൻ പലതും പറയേണ്ടി വരും. നീരുവീഴ്ച ഉണ്ടാക്കരുത്. അറിയാവോ നിരീക്ഷകന്? നീരുവീഴ്ച ഉണ്ടാക്കരുതെന്ന് ആരോടാ പറയുന്നതെന്നറിയാവോ? നിങ്ങളുടെ പാർട്ടിയുടെ സമുന്നതനായ വിപ്ലവ നേതാവ് EP ജയരാജനോട് പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ പറയാൻ പോവാണെല്ലാം. നാളെ എന്ത് ജയരാജൻ, എന്ത് ദല്ലാൾ, എവിടുത്തെ ദല്ലാൾ, ഏത് ദല്ലാളെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പിന്നെ പലതും പറയേണ്ടി വരും എന്ന് ഈ ദല്ലാൾ നന്ദകുമാർ ജയരാജൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ നിരീക്ഷക, ഈ ജയരാജനുണ്ടല്ലോ ആലിലെ വിറയ്ക്കുന്ന പോലെ വിറച്ച് വാലും ചുരുട്ടി ഓടിപ്പോയി. മനസ്സിലായില്ലേ? ഈ ദല്ലാൾ നന്ദകുമാറിനെ ഒരു വാക്കുകൊണ്ട് എതിർക്കാനുള്ള ധൈര്യം ജയരാജൻ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളെന്നിട്ട് എന്താ പറയുന്നേ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്കണം. അതായത് ഈ ദല്ലാൾ നന്ദകുമാർ എവിടെ വിളിക്കുന്നോ അവിടെ കുഞ്ഞാടിനെ പോലെ ചെല്ലും ഈ ജയരാജൻ. കുഞ്ഞാടിനെ പോലെ ചെല്ലും. നിങ്ങൾക്കറിയാവോ ഈ പ്രകാശ് ജാവ്ദേക്കറും ഈ നന്ദകുമാറും ഈ ജയരാജനും കൂടെ എന്താ ചർച്ച ചെയ്തതെന്ന്? എന്തിനാണ് നന്ദകുമാർ വിളിക്കുന്നിടത്ത് ജയരാജൻ പോകുന്നത്? ജയരാജന് ആക്കുളത്ത് ഫ്ലാറ്റ് നിരീക്ഷകൻ അന്വേഷിച്ചിട്ടുണ്ടോ? ആക്കുളത്ത് ഫ്ലാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിരീക്ഷക? ഇല്ല. ആക്കുളത്തെ ഫ്ലാറ്റിന് പൈസ എവിടുന്ന നിരീക്ഷക? എവിടുന്ന? എന്താണ് വരുമാനം ജയരാജൻ്റെ? ഭാര്യയുടെ ജോലിയുടെ വരുമാനം മാത്രമേ ജയരാജനുള്ളൂ. ആ ജയരാജൻ എങ്ങനെയാണ് ആക്കുളത്ത് ഫ്ലാറ്റ് ഉണ്ടായത്? ആ ജയരാജൻ എങ്ങനെയാണ് തൃശ്ശൂർ ശോഭ ഡെവലപ്പേഴ്സിൽ 2 ഫ്ലാറ്റ് ഉള്ളത്? ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ ജയരാജൻ്റെ ജ്യേഷ്ഠനാണ്. അറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെ 3 ഫ്ലാറ്റ് എങ്ങനെ ജയരാജൻ ഉണ്ടായി? ഇത് വല്ല നിരീക്ഷകൻ അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടില്ല. ഞാനങ്ങോട്ട് പറഞ്ഞേക്കാം, ഈ ദല്ലാൾ നന്ദകുമാറിൻ്റെ ചവിട്ടടിയിൽ കിടക്കുന്ന ആളാണ് ജയരാജൻ. ചവിട്ടടിയിൽ. ഇനി എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറുടെ അടുത്ത് ചർച്ചയ്ക്ക് പോയെന്നറിയാമോ? ലാവ്ലിൻ കേസ് പിൻവലിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണ്ടീഷനെന്ന് ദല്ലാൾ നന്ദകുമാർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തലയാട്ടിയിട്ടൊന്നും കാര്യമില്ല. നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. നന്ദകുമാർ എന്താ പറഞ്ഞതയോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ. അതായത് ജയരാജൻ, ഞാൻ, ജാവേദ്കർ ഞങ്ങളുടെ മീറ്റിംഗ്, കണ്ടീഷൻ 1 SNC ലാവ്ലിൻ കൺസീഡ്സ്, അതർ മാറ്റേഴ്സ് ക്ലോസ്ഡ്, 2026 LDF കംബാക്ക്. ഇത് 3ഉമാണ് ഞങ്ങളുടെ കണ്ടീഷനെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 3 പേരും ചർച്ച ചെയ്തത് എന്നും ദല്ലാൾ നന്ദകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിഷേധിക്കാനുള്ള നട്ടല്, സ്പൈൻ അത് ജയരാജനുണ്ടോ? ജയരാജൻ ഒരു വാക്കുകൊണ്ട് നന്ദകുമാറിനെതിരെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നന്ദകുമാർ എന്താ പറയുന്നറിയോ? ഞാൻ പിന്നെ പറയേണ്ടി വരുമെന്ന്. ജയരാജൻ നിങ്ങൾക്ക് നീരുവീഴ്ച ഉണ്ടാക്കരുത് എന്ന് ദല്ലാളെന്ന് പറഞ്ഞ ഒരു ഇടനിലക്കാരൻ വന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി. അതിനെ ചെറുക്കാനുള്ള നട്ടൽ ഇയാൾക്കില്ലെന്ന് മാത്രമല്ല, ജാവേദ്കറുമായിട്ട് കണ്ണിക്കണ്ട സ്ഥലങ്ങളിൽ മുഴുവൻ പോയി ചർച്ച ചെയ്ത EP ജയരാജന് ക്ലീൻ ചിറ്റ് CPM കൊടുത്തിട്ടുണ്ടെങ്കിൽ EP ജയരാജൻ വാ തുറന്നാൽ CPM കത്തിപ്പോകും എന്ന് CPM നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ജയരാജന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ ഇവിടെ ദല്ലാൾ നന്ദകുമാറിന്റെ ചവിട്ടടിയിൽ കിടക്കുകയാണ് CPM. ദല്ലാൾ നന്ദകുമാർ പറഞ്ഞ എന്തിനെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ CPM? ഏതെങ്കിലും കാര്യത്തിനെ നിഷേധിക്കാൻ ഈ 35,000 ബ്രാഞ്ചുള്ള ഈ CPM കഴിയുമോ? കഴിയില്ല. കാരണം ഈ പാർട്ടിക്ക് വേണ്ടി ദല്ലാൾ നന്ദകുമാർ വഴി എന്തൊക്കെയാണ് ചെയ്തതെന്ന് EP ജയരാജൻ അറിയാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ദല്ലാൾ നന്ദകുമാറിന്റെ പത്രസമ്മേളനം കേട്ടോന്നറിയില്ല. 2004 നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം നിരീക്ഷകൻ. 2004 ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ മൂവാറ്റുപുഴയിൽ അന്ന് BJPയുടെ സഖ്യകക്ഷിയായിരുന്ന PC തോമസിനെ ജയിപ്പിക്കാൻ ഒരു അപ്രസക്തനായ മുസ്ലിം സ്ഥാനാർത്ഥിയെ പിണറായി വിജയൻ നിർത്തിക്കൊടുത്തു എന്നൊരു ആക്ഷേപം കൂടെ നന്ദകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്മായിൽ അല്ലേ? PM ഇസ്മായിൽ. അങ്ങനെ ഇസ്മായിലിനെ അവിടെ നിർത്തി
500 വോട്ടിന് ജയിപ്പിച്ചു എന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. എന്താ നന്ദകുമാർ പറഞ്ഞതെന്നറിയാമോ? കോലഞ്ചേരി പിതാവ് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പിണറായി വിജയൻ്റെ അടുത്ത് കൊടുത്തു. എന്തിന്? LDF സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ നിർത്താൻ. പിണറായി വിജയൻ അത് മാറ്റിവെച്ചിട്ട് ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ സ്വതവേ ദുർബലനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്തെന്നും അയാൾ 500 വോട്ടിന് ജയിച്ചെന്നും അന്നതിന് ഇടനില നിന്നത് താനായിരുന്നുവെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഒരു നിഷേധം CPM ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? 2004 കാര്യമാണ് ഞാൻ പറഞ്ഞത്, 20 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അതിന് ഇടനില നിന്ന് താനാണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നിർഭാഗ്യവശാൽ ഈ ഇടത് നിരീക്ഷകന്റെ കാലത്തെ പാർട്ടി CPM എന്ന് പറഞ്ഞ പാർട്ടി ദല്ലാൽ നന്ദകുമാറിന്റെ ചവിട്ടടിയിൽ കിടക്കുന്ന പാർട്ടിയാണെന്നും ദല്ലാൽ നന്ദകുമാറിനെ നെഞ്ചുവിരിച്ച് എതിർക്കാനുള്ള കപ്പാസിറ്റി ഈ പാർട്ടിക്ക് ഇല്ലെന്നും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തോടുകൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ചർച്ച കഴിയുമ്പോൾ ഇനി കൂടുതൽ പറയാനുണ്ട്, അതപ്പോൾ പറയാം. ഡോക്ടർ ജയരാജ്, ദല്ലാൽ നന്ദകുമാറിനെ നഖശികാന്തം വിമർശിക്കാൻ, എതിർക്കാൻ എന്താണ് പാർട്ടിക്ക് മടി? ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം, തെരഞ്ഞെടുപ്പ് ദിവസം പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ. അന്ന് ഒരവസരം വീണ് കിട്ടിയതല്ലേ? അതായത് ഈ ലാവ്ലിൻ കേസിൽ ഇദ്ദേഹത്തെ കുടുക്കിയത് ദല്ലാൽ നന്ദകുമാറാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ എന്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്ന് മാധ്യമപ്രവർത്തകരുമായിട്ട് പങ്കുവച്ചില്ല? എന്തിനാണ് ദല്ലാലിനെ ഇപ്പോഴും ഭയക്കുന്നത്? EP ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു, MV ഗോവിന്ദനും ഭയക്കുന്നു. അതല്ലേ ശരി? ദല്ലാൽ രാഷ്ട്രീയം കേരളത്തിൽ അത് ആശാസ്യമാണോ? ഇല്ല, പ്രകാശ് ജാവേദ്കറിന് പിന്നെ ഇടതുപക്ഷ നേതാക്കന്മാരെ കാണുന്നതിന് ഹലോ പറഞ്ഞോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, കൃത്യമാണ്. ദല്ലാൽ നന്ദകുമാറിന് പ്രകാശ് ജാവേദ്കറിനെ പോലെ ഉന്നത ശീർഷനായ ഒരു BJP നേതാവിന് പിന്നെ LDFന്റെ ഒരാളെ കാണുന്നതിന്, LDF കൺവീനറിനെ കാണുന്നതിന് ദല്ലാൽ നന്ദകുമാറിന്റെ ഇടനില വേണമെന്നൊക്കെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ. അത് നമ്മൾ തിരിച്ചു വേണമെങ്കിൽ പരിശോധിക്കാം. ഈ പറഞ്ഞത് തിരിച്ചു വേണമെങ്കിൽ പരിശോധിക്കാം. പിന്നെ ഈ സേവ് കേരള ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഈ KM ഷാജഹാന്റെ ചരിത്രം ഞാൻ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് തന്നെ കാര്യവട്ടത്തെ ഒരു അധ്യാപകന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതേ ഇടത് സംഘടനയിലെ ആളാണ്. അല്ല, നിങ്ങൾ വിഷയത്തെ കുറിച്ച് പറ. അതെ, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങളുടെ ചരിത്രം വേണം ഞാനും പറയാം. സംവാദത്തിന്റെ വിഷയം പറയൂ. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങളുടെ ചരിത്രം ഞാനും പറയാം. ആ ചരിത്രം പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. ഞാൻ രാഷ്ട്രീയം പറയാനാ വന്നത്. രാഷ്ട്രീയം പറഞ്ഞില്ലേ, ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആയിട്ട് നടക്കുന്ന അത് നിങ്ങളുടെ പരിപാടി. ഞാൻ ചോദിച്ച രാഷ്ട്രീയത്തിന് മറുപടി പറ. താങ്കളുടെ ചർച്ച നടത്തി എന്തിനാണ് നിങ്ങൾ എന്റെ ചരിത്രം കൊണ്ട് കള നിങ്ങൾ നിങ്ങളുടെ ചരിത്രം അതിനേക്കാൾ മലീമസമാണ്. ഞാനത് പറയാൻ വരുന്നില്ല. മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. രീതിയിൽ അല്ല, നിങ്ങളിവിടെ ഞാൻ ചോദിച്ച രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറ. സമയമില്ല, 1 മണിക്കൂറേ ഉള്ളൂ സംവാദത്തിന്. ദല്ലാൽമാരുടെ നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിന്റെ കാര്യം പറ, EP ജയരാജന്റെ കാര്യം പറ. മറുപടി പറയാൻ മറുപടി അർഹിക്കുന്ന ആൾക്ക് മറുപടി അല്ല, മറുപടി അർഹിക്കുന്നു. നിങ്ങൾ വ്യക്തിപരമായി പറയാനല്ല ഞാനിവിടെ വന്നത്. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച്, നിങ്ങളുടെ മക്കളെ കുറിച്ചും പറയാനല്ല ഞാനിവിടെ വന്നത്. ഞാൻ വന്നത് രാഷ്ട്രീയം പറയാനാ. നിങ്ങൾക്ക് പറയുന്നത് രാഷ്ട്രീയം പറ. നിങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോവാം. പ്ലീസ് ഡോക്ടർ ജയരാജ് സഹായിക്കുക, പ്ലീസ്. ബാക്കി എല്ലാരെയും കുറിച്ച് പറയാൻ, തങ്ങളെ കുറിച്ച് പറയുമ്പം പൊള്ളുന്നോ? ഞാൻ നിങ്ങളെ കുറിച്ച് പറയാൻ വേണമെങ്കിൽ നിങ്ങളുടെ ചരിത്രം അത്ര മലീമസമാണെന്ന് ഞാൻ പറയാം. പൊള്ളാനൊന്നുമില്ല ജയരാജ, ഒരു പൊള്ളലുമില്ല. നിങ്ങളുടെ അടുത്തൊക്കെ വന്നിരുന്ന് പൊള്ളുന്നതിന്റെ കാര്യം എന്താ? നിങ്ങളുടെ അടുത്തല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ പിണറായി വിജയന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ നിങ്ങളാരാ എൻ്റെ മുമ്പിൽ? പക്ഷെ ഞാൻ വ്യക്തിപരം പറയാനല്ല വന്നത്, രാഷ്ട്രീയം പറയാനാ വന്നത്. രാഷ്ട്രീയത്തിൽ എന്നോട് ഫൈറ്റ് ചെയ്യും. പ്ലീസ്, നമുക്ക് ഈ വിഷയത്തിലൂന്നി സംസാരിക്കാം. പ്ലീസ്, എന്തിനാണ് ദല്ലാൽ നന്ദകുമാറിനെ പാർട്ടി ഭയക്കുന്നത്? പ്ലീസ് ഡോക്ടർ ജയരാജ്, വിഷയത്തിലൂന്നി തന്നെ സംസാരിക്കാം. ശരി. കൂടുതൽ നേരം രാഷ്ട്രീയ നിരീക്ഷകനാണ്, കണ്ടിട്ടില്ല, അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്
എന്നുള്ളൊരു കാര്യം ബോധ്യം വേണമല്ലോ പറയുമ്പോഴേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചർച്ചയിൽ വന്നിരുന്നുണ്ട്, പ്രൊഫസറെ ആണല്ലോ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ട് പോയ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലെക്ചറർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പ്രൊഫസർ അല്ലേ? എന്നെ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അത് അഭിമാനകരമാണ്. നിങ്ങളെ പ്രൊഫസർ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര നാണക്കേട്. ഞാൻ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചോ, എനിക്കത് അഭിമാനമേ ഉള്ളൂ. നിങ്ങൾ രാഷ്ട്രീയം പറ, താങ്കൾ പാട്ടുകാരൻ, നിങ്ങൾ രാഷ്ട്രീയം പറ, ഇവിടെ കച്ചേരി നടത്തിയതും രാഷ്ട്രീയം പറ. എനിക്കറിയാം. മറുപടി പ്ലീസ്. ഡോക്ടർ ജയരാജ് പ്ലീസ് കം ടു ദ പോയിന്റ് പ്ലീസ്. താങ്കളെ എനിക്ക് ഭാഗവതരെ എന്ന് വിളിച്ചൂടെ? വിളിച്ചോ, എനിക്ക് അഭിമാനം. അത് നിങ്ങൾ പ്രൊഫസറെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട്. നിങ്ങൾ എന്നെ ഭാഗവതരെ വിളിച്ചാൽ എനിക്കത് അഭിമാനമാണ്. കാരണം ഞാൻ ശാസ്ത്രീയ സംഗീത കച്ചേരി നടത്തിയവനാണ്. അതുകൊണ്ടാണ് എന്നെ ഭാഗവതരെ. ഞാനെന്താ നാണം കെടുന്നത്? നിങ്ങളെ പ്രൊഫസറെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടാവുന്നത് നിങ്ങളുടെ പ്രൊഫസർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയം പറ, സമയം കളയാതെ. ഡീലർ എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവാന്ന് ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ പിതാവാണെന്ന് പറയേണ്ടി വരും. ഡീലർ എന്ന് പറഞ്ഞാൽ ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് എനിക്ക് പറയേണ്ടി വരും. എന്താണ് ഡീലർ എന്നെ വിളിച്ചാൽ ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് ഞാൻ പറയും. നിന്റെ തന്തയാണെന്ന് എനിക്ക് പ്രൊഫസറുടെ സംസ്കാരം. അതാണ് നിങ്ങളുടെ സംസ്കാരം. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ തന്തയുടെ തന്തയും നിങ്ങൾക്ക് രാഷ്ട്രീയം പറയേണ്ട പ്രൊഫസറുടെ വാചകമായിട്ട് കേൾക്കുന്നത്. നിങ്ങളുടെ പ്രൊഫസറിനെ ഡീലറിനൊന്നും വിളിച്ചോ നിങ്ങൾ പോകണ്ട. അത്തരം പരാമർശങ്ങളൊന്നും നടക്കില്ല. നിങ്ങൾ രാഷ്ട്രീയം പറ. നിങ്ങൾ രാഷ്ട്രീയം പറയുക. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയണേ നിങ്ങൾ രാഷ്ട്രീയം പറ. എന്താ സൂട്ടി? നിങ്ങൾ ആരാ? നിങ്ങൾ ആരെയാ വരട്ടുന്നത്? നിങ്ങൾ ആരെയാ വരട്ടുന്നത്? അവരാളും വരട്ടുണ്ടോ? അങ്ങനെയുള്ള പദപ്രയോഗങ്ങളിൽ എന്തിനാ താങ്കളുടെ വിദ്യാർത്ഥികൾ അടക്കം കാണുന്ന ഒരു ചർച്ചയാണ്, മറക്കരുത് പ്ലീസ്. പിന്നെ താങ്കൾ പിതാവ് എന്നൊക്കെ പറയുന്നത് ഡീലർ എന്നുള്ള പ്രയോഗം വേണ്ട പ്ലീസ്. നിങ്ങളൊരു പ്രൊഫസർ അല്ലേ? നിങ്ങളെ ഞാൻ ഡീലർ എന്ന് വിളിച്ചോ? വിളിച്ചില്ലല്ലോ. മാന്യമായി രാഷ്ട്രീയം പറ. അയാൾ പറഞ്ഞ പിതാവിന് പറയേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഡീലർ എന്ന് വിളിച്ചാൽ ഇനിയും പിതാവെന്ന് പറയും. അല്ല, ഡീലർ എന്നുള്ള പരാമർശം നമുക്ക് ഒഴിവാക്കാം പ്ലീസ് പ്ലീസ്. നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഡീലർ എന്ന് വീട്ടിൽ പോയിരിക്കുന്നവരെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട. മനസ്സിലായോ? പ്രൊഫസറെ പ്ലീസ്. പ്രൊഫസർ എവിടുത്തെ പ്രൊഫസറാ നിങ്ങൾ? അല്ല ഷാജ, ഒരു മിനിറ്റ് പ്ലീസ്. അതേ പറയട്ടെ, നിങ്ങൾ എവിടുത്തെ പ്രൊഫസറാ പറയട്ടെ, നമ്മളെ കൂടുതൽ സങ്കീർണമാക്കാതെ പ്ലീസ്. യെസ് ഡോക്ടർ ജയരാജ് താങ്കൾ അത് മറക്കൂ, ഇതിലോട്ട് വരൂ, ചോദ്യത്തിന് മറുപടി പ്ലീസ്. താങ്കളുടെ ഒരു വൃത്തികെട്ട ചാനലും രാഷ്ട്രീയം പറ. കേരളത്തിൽ ഞാൻ രാഷ്ട്രീയം എത്ര നേരം പറഞ്ഞു? നിങ്ങൾ രാഷ്ട്രീയം പറ. പ്രൊഫസർ വന്നിരിക്കുന്നു. പ്ലീസ് ഡോക്ടർ ജയരാജ് മറുപടി. ഇയാള് രാഷ്ട്രീയമല്ല പറഞ്ഞോണ്ടിരുന്നത്. ഇയാള് പറഞ്ഞോണ്ടിരുന്നത് ഇന്ന് CPM തീരുമാനം എടുത്ത് എന്താണ്? തീരുമാനം എന്താണ്? കുമാർ എന്ന് പറഞ്ഞ കഥാപാത്രവുമായി യാതൊരു രീതിയിലുള്ള ഇടപാടുകളും വേണ്ട. അല്ല ഡോക്ടർ ജയരാജ്, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഷാജഹാൻ പറഞ്ഞല്ലോ. അല്ല ഡോക്ടർ ജയരാജ് അങ്ങനെയാണെങ്കിൽ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടന്ന സമയത്ത് ഇദ്ദേഹം ഈ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാട അണിയിക്കാൻ പോയത് എന്തിനാ? അതാണോ പ്രധാനം? അന്ന് വിട്ടു നിൽക്കുകയായിരുന്നല്ലോ ജയരാജൻ. അവസാനം പാർട്ടി വടിയെടുത്തപ്പോ തൃശ്ശൂരിൽ അദ്ദേഹം പ്രസംഗിച്ചു. പരിപാടിയിൽ ആദരിക്കുന്ന 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ ആദരിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ പോയി ആദരിക്കലാണോ പൊന്നാട അണിയിക്കലാണോ പ്രധാനം, അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ ആ കേരള യാത്രയിൽ പങ്കെടുക്കലാണോ പ്രധാനം? ജയരാജനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്ന് ജയരാജൻ ബുദ്ധിക്ക് നിങ്ങളെ കേട്ടാ? അതെ, ജയരാജനെ ദല്ലാലിന്റെ അമ്മയാണെന്ന് അറിയാതെ പോയി എന്നൊക്കെ പറയുന്നത് വഴിയിലൊരു സ്ത്രീയെ കണ്ടപ്പോ അവർക്ക് പൊന്നാട അണിയിച്ചു കൊടുക്കുക ജയരാജൻ ചെയ്ത്. ഇയാൾ എവിടുന്ന ഇതൊക്കെ? ഇയാൾ വരുമ്പോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോവാ. സുഹൃത്തെ, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിക്കൊണ്ടിരുന്ന നിർണായകമായൊരു ജാഥ, ആ ജാഥയിൽ പങ്കെടുക്കേണ്ട
പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആ ജാഥ നടക്കുമ്പോൾ ഒരു ദല്ലാളിനെ, ഒരു ഇടനിലക്കാരനെ, ഒരു ഏജന്റിന്റെ, അയാളുടെ അമ്മയെ അയാളുടെ സാന്നിധ്യം, നിങ്ങൾ എന്ത് പൊട്ടത്തരാ നിങ്ങൾ വിളിച്ചു പറയുന്നത്? അറിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അറിയാത്ത നിങ്ങൾ ആളെങ്ങനെയാണ് നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ പോയി നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് പിന്നെ പൊന്നാട എണീക്കുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇ പി ജയരാജൻ നന്ദകുമാറിന്റെ കൂടെ പോയിട്ടാണ് നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട ഇട്ട് കൊടുത്തത്. പറഞ്ഞില്ല, ഇ പി ജയരാജനും പറഞ്ഞിട്ടില്ല. ഇ പി ജയരാജൻ പറഞ്ഞിട്ടില്ല. നന്ദകുമാറിനെ അറിയത്തൊന്നുമില്ല. നന്ദകുമാറിന്റെ അമ്മ മുതിർന്ന നന്ദകുമാറിന്റെ കൂടെ, അതായത് നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട അണിയിക്കുമ്പോൾ നന്ദകുമാർ കൂടെ ഉണ്ട് പ്രൊഫസറെ. അതെ, ആ ക്ഷേത്രത്തിൽ എന്താ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? അവരുടെ വീടിനോട് ചേർന്ന ക്ഷേത്രത്തിലായിരുന്നു പരിപാടി. അതെ, നിങ്ങളുടെ പിള്ളേര് കേട്ടോണ്ടിരിക്കുന്ന അറിയാതെ ആരെങ്കിലും വിളിച്ചാൽ പോകുന്ന ആളാണോ ഇടതുമുന്നണി കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗം? ഇതൊക്കെ നോക്കില്ലേ? ആരുടെ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് വിളിക്കുന്നതെന്നൊക്കെ നോക്കില്ലേ? ഒരു സാമാന്യമായിട്ടുള്ള യുക്തിയുടെ അടിസ്ഥാനത്തിൽ അതെങ്കിലും പരിശോധിക്കില്ലേ? നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി വഴിയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് ചുമ്മാ കൊണ്ടത് പൊന്നാട എണീച്ചു കൊടുക്കാൻ CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി ജീവിക്കേ? മര്യാദക്ക് പോയി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഡോക്ടർ ജയരാജ് വക്കീൽ പണി ചെയ്യുന്നുണ്ട്. ഡോക്ടർ ജയരാജ് ഒറ്റ കാര്യം അതിന് മറുപടി പറഞ്ഞാൽ മതി. ഇപ്പം ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ഡോക്ടർ ജയരാജ്? എനിക്കറിയില്ല, ദല്ലാളുടെ അമ്മയാണെന്നറിയില്ല, അല്ലെ ദല്ലാളാണെന്നറിയില്ല എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? താങ്കൾക്ക് വിശ്വാസയോഗ്യമാണോ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ? അതൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്. ഇത് 1 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. 1 വർഷം മുമ്പ് നടന്ന അതുകൊണ്ട് എന്താ? 1 വർഷം മുമ്പ് നടന്ന സംഭവം. അതുകൊണ്ട് എന്താ? ആ സമയത്ത് അന്നേ ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്. എന്താണ് ക്ലാരിഫിക്കേഷൻ? പാർട്ടി അറിയാതെയായിരുന്നു കൂടിക്കാഴ്ച. എന്താ ക്ലാരിഫിക്കേഷൻ? എന്താ? ദല്ലാൽ നന്ദകുമാറുമായി യാതൊരു ബന്ധവും പുലർത്താൻ പാടില്ല. ക്ലാരിഫിക്കേഷൻ അയാൾ തന്നെ പറഞ്ഞതല്ലേ? ഇ പി ജയരാജൻ തന്നെ പറഞ്ഞതല്ലേ? ഇ പി ജയരാജൻ എന്ന് പറഞ്ഞത് എല്ലാ LDF കൺവീനർമാർക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. LDF കൺവീനർമാരുടെ ഒരു സുപ്രധാനമായ പ്രശ്നം ഇത്തരം ആരോപണങ്ങളുടെ കാരണം പലതരത്തിലുള്ള ആളുകളുമായിട്ട് ആരോപണരെതിരായി വിജയരാഘവനെതിരെ ആരോപണം വന്നിട്ടുണ്ട്. MM ലോറൻസിനെതിരെ വൈക്കം ഇതുപോലുള്ള ദല്ലാളന്മാരുടെ പുറകെ വാലും ചുരുട്ടി പോകുന്ന ഇടതുപക്ഷത്തിന് കൺവീനർമാർ MM ലോറൻസ് ഒക്കെ വലിയ വിപ്ലവകാരിയായിട്ടുള്ള നേതാവാണ്. അയാളെയൊക്കെ നിങ്ങളിങ്ങനെ അപഹസിക്കരുത്. അയാളെ ഒന്നും അപഹസിക്കരുത്. താങ്കളുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ബന്ധം വേണ്ട, അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പിന്നെ താങ്കൾ വെച്ച പരിപ്പ് ഇവിടെ വേവത്തില്ല. താങ്കൾ വിചാരിച്ച് ഇ പി ജയരാജനെ ഇപ്പൊ നടപടിയെടുത്ത് അങ്ങ് പുറത്താക്കി കളയുന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവരുടെ തലയിൽ വീണ് ഇടുത്തിയാണ്. ഇന്നലെ നടന്ന ചർച്ചയിൽ നടപടിയെടുക്കില്ല പറഞ്ഞത്. നടപടിയെടുക്കാനുള്ള പാർട്ടിക്കില്ല, നഷ്ടപ്പെട്ടു. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. പാർട്ടി മാറിപ്പോയി, പാർട്ടിയുടെ സമീപനം മാറിപ്പോയി. ശരിയാണ്. നിങ്ങൾ പറയുമ്പോ ഇടപെടില്ല. എന്താ കാരണം എന്നറിയാമോ? നിങ്ങൾ പറയുന്ന ആന മണ്ടത്തരങ്ങൾ ജനങ്ങൾ ആവോളം കേട്ട് ആസ്വദിക്കട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ ഇടപെടുന്നില്ല. നിങ്ങൾ നല്ലപോലെ പറഞ്ഞോ, ആളുകൾ കേൾക്കട്ടെ. നിങ്ങളുടെ പിള്ളേർ ഉൾപ്പെടെ കേൾക്കട്ടെ. നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഞാൻ ഈ പെടുന്നില്ല. താങ്കളാണോ പമ്പര വെട്ടി ഷാജഹാനെ? താങ്കൾ സാവ് കേരള ഫറവല്ല, ഷേവ് കേരള ഫറവാ. താങ്കൾ പോയി ഷേവ്, അതാ നല്ലത്. ശരി ഡോക്ടർ, ഞാൻ ചോദിച്ചതൊന്നും മറുപടി പറഞ്ഞില്ല. ഷാജഹാൻ ചോദിച്ചതിനും മറുപടി പറഞ്ഞില്ല.